എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ തീയല കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. സാധാരണ എല്ലാവരും ഉള്ളിയൊക്കെ വെച്ചാണല്ലോ തീയൽ ഉണ്ടാക്കുക. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം വെച്ചാൽ തീയൽ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് തേങ്ങ ആദ്യം വറുത്തെടുക്കാം. ഞാനൊരു അരമുറിയിൽ ഇച്ചിരി കുറവ് എടുത്തിരിക്കണേ. 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിലാണ് വറുക്കണമെങ്കിൽ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. 2-3 വറ്റൽമുളക് ചേർത്ത് വറ്റൽമുളക് ടേസ്റ്റ് കൂട്ടും, വളരെ നല്ലതാണ് കേട്ടോ. അത് ഒഴിവാക്കണ്ട. പിന്നെ കറിവേപ്പില ഇടുക, ചെറുള്ളി ഇടുക, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായി വറുത്തെടുക്കുമ്പോഴേക്കും നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ കേട്ടോ. അത് നന്നായി ഒരു ബ്രൗണിഷ് ആകുമ്പോൾ ചേർക്കാം. പിന്നെ നമ്മൾ പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, സ്പെഷ്യൽ ഐറ്റം. അപ്പോൾ ആ പടവലങ്ങ അരിഞ്ഞിരിക്കുന്നത് ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നല്ല ഭംഗിയായ രീതിയിൽ കട്ട് ചെയ്തോളൂ കേട്ടോ. അതും ഈ കറിക്കൊരു ഹൈലൈറ്റാണ്. പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. പൊടി പകുതി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. മസാലയുടെയൊക്കെ പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം. മുളക് പൊടി 1 സ്പൂൺ എടുക്കുകയാണെങ്കിൽ മല്ലിപ്പൊടി 2 സ്പൂണെങ്കിലും എടുക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിലും മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ 1 സ്പൂൺ മല്ലി ചേർക്കാം മുളകിൻ്റെ കൂടെ. പിന്നെ അതനുസരിച്ച് പൊടി 1 സ്പൂൺ കുറച്ചാൽ മതി കേട്ടോ. വേറൊരു കട്ടിയുള്ള ഇത് വെച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഞാൻ ചെറുള്ളിയാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. കാരണം ഉള്ളി നന്നാക്കാൻ സമയം കുറവായതുകൊണ്ടാണ്. നിങ്ങൾ ഉള്ളി മാത്രം ഇഷ്ടമാണെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. സവാളയ്ക്ക് ചെറിയൊരു മധുരം ഫീൽ ചെയ്യും, അതുകൊണ്ട് ഉള്ളി മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുത്തോളൂ. വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഞാൻ ഒരു പടവലങ്ങ മീഡിയമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നല്ല നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ചേർക്കുക, വഴറ്റുക. എന്നിട്ട് പിന്നെ മസാലപ്പൊടികളില്ലേ, മുളക് പൊടി 1 സ്പൂണാണെങ്കിൽ മല്ലിപ്പൊടി 2 സ്പൂൺ എടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ടുണ്ട്. അത് നന്നായി വഴണ്ടി വരുമ്പോൾ പിന്നെ ഒരു നുള്ള് ഉലുവപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഞാൻ അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ എഴുതാം കേട്ടോ, ചേർത്തിട്ടുണ്ട്. പിന്നെ 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർക്കണം. പുളി ചേർക്കുമ്പോൾ ഉപ്പ് കുറവ് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. നിങ്ങൾക്ക് കുക്കർ വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ സാധാരണ വേവിക്കുന്ന പോലെ വേവിക്കാം. കുക്കറിൽ വേവിക്കുമ്പോൾ പടവലങ്ങ നന്നായി വേവും. അപ്പോൾ നമുക്ക് ഗ്രേവിയൊക്കെ ഇത്തിരി കുറച്ചുകൂടി തിക്കായിട്ടിരിക്കും കേട്ടോ. പിന്നെ അരപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടല്ലോ, തേങ്ങ വറുത്ത് അത് അരച്ചെടുത്തിട്ട് ഇതിൽ ചേർക്കാം. തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർക്കുമ്പോൾ തീ സിമ്മിലേക്ക് വെക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കുമ്പോൾ വേണം അരച്ചെടുക്കാൻ കേട്ടോ. എന്തെങ്കിലും ഡീറ്റെയിൽ ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ എഴുതാം കേട്ടോ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോക്കണേ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ വിളമ്പാം. ഇനി എല്ലാവരും ഇതുപോലെയുള്ള വെറൈറ്റി ആയുള്ള റെസിപ്പികൾക്കായിട്ട് മല്ലിച്ചപ്പ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളിടുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.